ഹായ് നമസ്കാരം. സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത് മമ്മുക്ക വിനായകൻ കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ക്രൈം ത്രില്ലർ സിനിമയാണ് കളങ്കാവൽ. റിലീസിങ് ഈ 27-ാം തീയതി ആയിരുന്നു തിയേറ്ററിൽ എത്തേണ്ടത്. എന്നാൽ എൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ പെൻഡിങ് ആയതുകൊണ്ടാണ് സിനിമയുടെ റിലീസിംഗ് ഡേറ്റ് മാറ്റിവെച്ചത്. ഇന്നലെ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിനെക്കുറിച്ച്. റിലീസിങ് ജനുവരി ആദ്യ വാരത്തോടുകൂടി ആയിരിക്കും ഉണ്ടാകുന്നത്. കാരണം അതിൻ്റെ ഒരു ഡേറ്റ് ആദ്യം അവർ അങ്ങനെ ആയിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്നലെ മമ്മൂട്ടി കമ്പനിയുടെ പേജിൽ സിനിമയുടെ റിലീസിംഗ് ഡേറ്റ് ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചു. ഡിസംബർ 5-ാം തീയതി വേൾഡ് വൈഡ് റിലീസായിട്ട് സിനിമ തിയേറ്ററിലേക്ക് എത്തുകയാണ്. ഒരുപാട് പ്രതീക്ഷയുള്ളൊരു സിനിമയാണ്. 21 നായികമാർ, വിനായകൻ നായകൻ, മമ്മുക്ക നെഗറ്റീവ് ഷെയ്ഡിലെത്തുന്നു. ഇതുവരെ ചെയ്തിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു നെഗറ്റീവ് ഷെയ്ഡിലാണ് മമ്മുക്ക എത്തുന്നത്. സൈനൈഡ് മോഹനായിട്ട് മമ്മുക്ക എത്തുന്നു. അതിൻ്റെ ഒരു ടീസറും ട്രെയിലറും ഒക്കെ നമ്മൾ കണ്ട് ശരിക്കും പറഞ്ഞാൽ ഞെട്ടിയിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും നമ്മളെ ഞെട്ടിക്കാൻ വേണ്ടി അതിൻ്റെ ഒരു മേക്കിംഗ് വീഡിയോയും കൂടെ ഇപ്പോൾ ഇതിൻ്റെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടുണ്ട്. മേക്കിംഗ് വീഡിയോ എങ്ങനെ ഉണ്ടോ നോക്കാം. മമ്മൂട്ടി കമ്പനി വിനായകൻ, ഓ ജിതിൻ കെ ജോസ്, പൊളി ഐറ്റം ആയിരുന്നു കേട്ടോ ഇത്. നമ്മൾ ആ ടീസറിൽ കണ്ട സാധനം. മമ്മൂട്ടി കമ്മിങ് ടു യു ഡിസംബർ 25 കളങ്കാവൽ. കിഡു മേക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. നമ്മൾ ഇതിൻ്റെ ടീസർ കണ്ട സമയത്ത് നമുക്ക് ആ സിഗരറ്റ് ഇങ്ങനെ ചുണ്ടത്ത് വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടിട്ട് ആക്കുന്നൊരു സംഭവമാണല്ലോ. അത് ഒരു ഇൻ്റർവ്യൂവിൽ ജിതിൻ കെ ജോസ് പറഞ്ഞിരുന്നു. ആ ഒരു സീൻ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു സംഭവം ഇല്ലായിരുന്നു. പക്ഷെ അത് മമ്മൂക്ക തന്നെ ചെയ്തതാണ്. അതായത് സിഗരറ്റ് ഇങ്ങനെ വെച്ച് കണ്ണാടി ഇങ്ങനെ നെറ്റിയിലോട്ട് വെച്ചിട്ട് പുള്ളിക്കാരൻ ആരെയും ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്ന ഒരു സാധനമാണ്. അപ്പം അവർ പോകുന്ന ആ ഒരു ഇതിൽ പുള്ളി സിഗരറ്റ് ഇട്ട് ഇങ്ങനെ ചുണ്ടിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇട്ട് ആകുന്ന ഒരു സാധനം. അത് കിഡു ഐറ്റം തന്നെയായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ട്രെയിലർ വന്നപ്പോഴും ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു തരത്തിലുള്ള പിടിയും തരാത്ത രീതിയിലാണ് കളങ്കാവൽ സിനിമയുടെ ടീസറും ട്രെയിലറും എല്ലാം നമ്മൾ കണ്ടത്. ഇതൊരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ, ഒരു ത്രില്ലർ ഗണത്തിൽപ്പെടുന്ന ഒരു സിനിമയാണ്. കാരണം ഇതുവരെ മമ്മൂക്ക ചെയ്തതിൽ വെച്ചിട്ട് ക്രൂരനായിട്ടുള്ള ഒരു നെഗറ്റീവ് ഷെയ്ഡ് എന്നാണ് പറയുന്നത്. ഫുള്ള് ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ്. എന്താണെങ്കിലും ഞെട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. 2025-ലും മമ്മൂക്ക ഇങ്ങനെ നിറഞ്ഞ സാന്നിധ്യമായിട്ട് ഇങ്ങനെ നിൽക്കും. 2026-ലും മമ്മൂക്ക തന്നെ ആയിരിക്കും ടോപ്പിലേക്ക് എത്താൻ. കാരണം അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേഷൻ വന്നത് അടൂർ ഗോപാലകൃഷ്ണ സാറും മമ്മൂക്കായും തമ്മിലൊരു സിനിമ ചെയ്യുന്നുണ്ട് എന്ന് കേൾക്കുമ്പോൾ തന്നെ പ്രേക്ഷകർ വളരെ പ്രതീക്ഷയോടെ തന്നെയാണ് നിൽക്കുന്നത്. ഇനി ഒരു പിടി പുതിയ സിനിമകൾ, പുതിയ സംവിധായകരുമായിട്ടുള്ള ഒരുപാട് സിനിമകൾ വരുന്നുണ്ട്. കാരണം മമ്മൂക്ക എന്ന് പറയുന്ന ആ ഒരു നടനെ മാറ്റി നിർത്തി നമുക്ക് മലയാള സിനിമയെ ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം അതാണ് മലയാളത്തിൻ്റെ എല്ലാമായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക. അപ്പം ഡിസംബർ 5-ാം തീയതിയാണ് കളങ്കാവൽ തിയേറ്ററിലേക്ക് എത്തുന്നത്. ഒരുപാട് പ്രതീക്ഷയുള്ളൊരു സിനിമ തന്നെയാണ്. മെയിനായിട്ട് കുറുപ്പെന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് ഡയറക്ടറായിരുന്നു ജിതിൻ കെ ജോസ്. അദ്ദേഹം ആദ്യമായിട്ട് സ്വതന്ത്ര സംവിധായകനാകുന്ന ഒരു സിനിമ കൂടിയാണ്. മമ്മൂട്ടി കമ്പനിയുടെ 7-ാമത്തെ ചിത്രവും കൂടിയാണിത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം കളങ്കാവൽ സിനിമ എന്താണ്. മമ്മൂക്ക സൈനൈഡ് മോഹനാണോ, ഈ പറയുന്ന കണക്ക് ക്രൂരനായിട്ടുള്ള വില്ലനാണോ എന്നൊക്കെ അറിയാൻ നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ ആദ്യ ഷോ കണ്ട് നമ്മൾ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായിട്ട് സിനിമയുടെ റിവ്യൂ നമ്മൾ പങ്കുവെക്കുന്നതായിരിക്കും. അപ്പോൾ കാത്തിരിക്കാം. നിങ്ങളുടെ പ്രതീക്ഷകൾ എന്താണോ അത് നിങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കൂടെ ഒന്ന് അറിയിച്ചേക്കുക. അപ്പം മമ്മൂക്ക കളങ്കാവൽ ബൈ.